ഇന്ന് കുറച്ച് ഫ്രഷ് മീൻ കിട്ടി കേട്ടോ. ഫ്രഷ് മീനെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മീനാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും കിട്ടുന്ന മീനൊന്നും അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാനങ്ങനെ പൊതുവേ ഇവിടുന്ന് വാങ്ങിക്കുന്ന മീൻ അങ്ങനെ കഴിക്കുകയില്ല. അങ്ങനെ പിന്നെ സി കെ പി പോയാലെന്ന് പറഞ്ഞാൽ നല്ല പച്ചയ്ക്കുള്ള മീനേ കിട്ടുള്ളൂ. അങ്ങനെ ദാണ്ട ചുമപ്പൻ കോര. ഈ ചുമപ്പൻ കോരയ്ക്ക് ഞങ്ങളിവിടെ പൊന്നാരൻ എന്നൊക്കെ പറയും, ചിലർ കിളിമീൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഈ മീനിൻ്റെ പേര് പരവേന്നാണ് കേട്ടോ. ഈ പരവയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വില. പിന്നെ തേട് കണ്ടോ, ഈ തേട് കായലിലെ തേടാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, ഒരു 200 രൂപ ആയിട്ടുള്ളൂ. എന്തായാലും 10-500 രൂപയുടെ മീൻ മേടിച്ചാൽ നമുക്കൊരു 2-3 ദിവസത്തേക്ക് എടുക്കാമല്ലോ. അത് വിചാരിച്ചിട്ട് പിന്നെ മീനെല്ലാം കട്ട് ചെയ്യാൻ തയ്യാറായി. ഞാനങ്ങ് നിന്നു. അങ്ങനെ ഞാൻ മീനെല്ലാം കട്ട് ചെയ്ത് പ്രത്യേകം കഴുകി മാറ്റി എല്ലാം ഓരോരോ പാത്രത്തിലാക്കി ഫ്രീസറിലോട്ടാക്കി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റ് കറി വയ്ക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഓരോ ദിവസം കട്ട് ചെയ്ത് എടുക്കണ്ടേ. എനിക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്, ഞാൻ ഈ കട്ട് ചെയ്യാതെ മീൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരുന്ന് ശീലിച്ചത് കൊണ്ടായിരിക്കാം. ഇതാകുമ്പം ജോലി എളുപ്പം നടക്കും. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് ഒരു എളുപ്പമായിരിക്കുമല്ലോ. അന്നേരം പിന്നെ കിടന്ന് വെപ്രാളം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മീനെടുത്ത് നമുക്കൊന്ന് പൊരിക്കാം. അങ്ങനെ ആ ചോമ്പൻ കോര എനിക്ക് ഇച്ചിരി ക്ഷീണം വന്നോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ആ ചോമ്പൻ കോര എടുത്തങ്ങ് ഫ്രൈ ചെയ്തു. പിന്നെ തേട് കണ്ടില്ലേ, ഈ തേട് ഞാൻ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് കേട്ടോ. നമ്മളെ ഈ കായലിലെ മീനായ കരിമീൻ, തേട്, ഇത് കൊഞ്ച്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ വറുത്തരച്ച് വെക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും തോനെയും തേങ്ങ അരച്ചിട്ടില്ല, കുറച്ച് തേങ്ങ വറുത്തതും പിന്നെ മുളക് പൊടിയൊക്കെ കൂടുതലായിട്ട് ചേർത്തു കേട്ടോ. അങ്ങനെ ആ തേങ്ങ അരച്ച ആ മീൻ കറിയും കൂടെ വെച്ചു. പക്ഷേ ഈ കറി തിളച്ചപ്പോൾ ഒരു മണം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ.